മനോഹരമായ ഗ്രാമമാണ് ലക്ഷ്മിപുരം. പ്രകൃതിയുടെ സൗന്ദര്യത്താൽ അലങ്കരിക്കപ്പെട്ട ഈ വിശ്വപ്രസിദ്ധ ഗ്രാമം ഒരു പുണ്യഭൂമിയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായിരുന്നു ചെറിയ ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ബാലകൃഷ്ണനായിരുന്നു. എന്നാൽ അവിടുത്തെ സങ്കല്പം സാധാരണ പ്രതിഷ്ഠകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അമിതമായ വിശപ്പോടെയുള്ള ബാലകൃഷ്ണനായി ഭഗവാൻ അവിടെ പ്രതിഷ്ഠിതനായിരുന്നത്. ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരു മനോഹരമായ കാവ് പരന്നു കിടക്കുന്നു. തണുത്ത കാറ്റിലൊടുങ്ങിയ മണ്ണറോ നിറഞ്ഞ മണം, ശാന്തതയിൽ മൂടിയ കുളിർമയാർന്ന കാഴ്ചകൾ. ഈ മധുരമായ ദൃശ്യങ്ങൾ അനുഭവിച്ചറിയുന്നതിനായി ഭഗവാൻ തന്നെ ഒരു രഹസ്യ സ്വഭാവം പിന്തുടരുന്നവനായിരുന്നു. 2 നേരവും ക്ഷേത്രത്തിൽ പൂജകൾ നടക്കും. ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചാൽ ഭഗവാൻ ഒരു ഉയരമുള്ള വൃക്ഷത്തിലേക്ക് കയറി ആ മനോഹരമായ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ടായിരുന്നു. കിളികളുടെ മധുരഗീതവും ആസ്വദിച്ചശേഷം വൈകുന്നേരം പൂജയ്ക്ക് മുൻപ് തിരികെ ശ്രീകോവിലേക്ക് എത്തുകയായിരുന്നു അവിടുത്തെ പതിവ്. ഒരിക്കൽ കനത്ത കാറ്റ് വീശിയതോടെ ഭഗവാൻ അവിടുന്ന് കയറിയിരുന്ന വൃക്ഷത്തിന്റെ ഏടുകളും കൊമ്പുകളും ഒടിഞ്ഞു. അന്ന് വൈകുന്നേരം പൂജയ്ക്കായി തിരുമേനി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ സാമീപ്യം ഇല്ലെന്നത് മനസ്സിലാക്കി. ആ രാത്രി തിരുമേനിക്ക് ഒരു സ്വപ്നം കണ്ടു. മനോഹരമായ കിരീടധാരിയായ ബാലകൃഷ്ണൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ മുഖത്ത് ഭയങ്കര സങ്കടമാണ്. ഞാൻ കയറി കുളിർമയേറിയ കാറ്റ് ആസ്വദിച്ചിരുന്ന ആ മരത്തിന്റെ കൊമ്പുകൾ ആരോ ഒടിച്ചു. ഇനി ഞാൻ ഇവിടെ വരില്ല. തിരുമേനിയുടെ ഭക്തിനിർഭരമായ അപേക്ഷ. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് തിരുമേനിയുടെ മനസ്സ് തകർന്നു പോയി. കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണാ, അങ്ങനെ പറയരുതേ. ഞാൻ നിന്നെ വെണ്ണയുമായി പഴവും മധുരവും നൽകി പുണരാം. ആരോ ഒടിച്ചുപോയ കൊമ്പുകളെ കൊണ്ട് എന്തു ചെയ്യാം? അതിനോട് ഭഗവാൻ പുഞ്ചിരിച്ചെങ്കിലും പറഞ്ഞു, എനിക്ക് കുളിക്കണ്ട. ശരി, ഞാൻ നിന്നെ കുളിപ്പിക്കില്ല, മതിയോ? എങ്കിൽ ഞാൻ വരാം. പക്ഷേ എന്നെ ഗുരുവായൂരിൽ നിന്നും കൊണ്ടുപോകാൻ 100 ആനകളുമായി വരണം. ഈ കാര്യം തിരുമേനി ജനങ്ങളോട് അറിയിച്ചു. ദേവപ്രശ്നം നോക്കിയപ്പോൾ ഭഗവാന്റെ വാക്കുകൾ എല്ലാം ശരിയാണെന്ന് തെളിഞ്ഞു. എന്നാൽ 100 ആനകളെ ഒരുമിച്ച് എത്തിക്കുക എളുപ്പമായിരുന്നില്ല. ആനകൾക്ക് പകരം 100 അംബാസിഡർ കാറുകൾ സജ്ജമാക്കി. ഭഗവാനെ ഗംഭീരമായ ആചാരത്തോടെ അന്നത്തെ ലക്ഷ്മിപുരം ഇന്ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അന്നു മുതൽ ഭഗവാൻ അവിടെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.